വ്യാജ വിവരങ്ങൾ സമർപ്പിച്ച തിരുവനന്തപുരത്തെ ബി.ജെ.പി. സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖറിനെ അയോഗ്യനാക്കണമെന്ന് യു.ഡി.എഫ്. കേരളത്തിലല്ല, കർണാടകയിൽ നിന്നാണ് ലോക്സഭയിലേക്കുള്ള മത്സരമെന്നും രാജീവ് ചന്ദ്രശേഖർ സമർപ്പിച്ച രേഖകൾ വ്യക്തമാക്കുന്നു. നാമനിർദ്ദേശ പത്രികയിലും സത്യവാങ്മൂലത്തിലും അസത്യവും വ്യാജവുമായ വിവരങ്ങൾ സമർപ്പിച്ച ബി.ജെ.പി. സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കുന്നതിൽ നിന്നും അയോഗ്യത കൽപ്പിക്കണമെന്നാവശ്യപ്പെട്ട് യു.ഡി.എഫ്. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ തമ്പാനൂർ രവി റിട്ടേണിംഗ് ഓഫീസർക്ക് പരാതി നൽകി. ബി.ജെ.പി. സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ ലോക്സഭാ മണ്ഡലത്തിന്റെ പേരും നമ്പറും സംസ്ഥാനത്തിന്റെ പേരും തെറ്റായാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ലോക്സഭാ മണ്ഡലത്തിന്റെ പേരും നമ്പറുമായി കർണാടകയിലെ അസംബ്ലി മണ്ഡലമായ 118 BTM ലേഔട്ടാണ് നൽകിയിരിക്കുന്നത്. രാജ്യസഭയിലേക്കാണ് മത്സരിക്കുന്നതെന്നും സത്യപ്രസ്താവനയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. കേരളത്തിലല്ല, കർണാടകയിൽ നിന്നാണ് ലോക്സഭയിലേക്കുള്ള മത്സരമെന്നും രേഖകൾ വ്യക്തമാക്കുന്നു. ഇത്തരം സത്യവിരുദ്ധവും വ്യാജവുമായ പ്രസ്താവനകൾ ജനാധിപത്യ പ്രക്രിയയെയും സമ്മതിദായകരുടെ അറിയാനുള്ള അവകാശത്തെയും ഹനിക്കുന്നതും വിശദാംശങ്ങളെ വളച്ചൊടിക്കുന്നതുമാണ്. പൊതുജനവിശ്വാസത്തിന് ഭംഗം വരുത്തുന്ന ഇത്തരം അപകടകരമായ പ്രവണതകൾ കീഴ്വഴക്കങ്ങളാകാതിരിക്കാൻ ബി.ജെ.പി. സ്ഥാനാർത്ഥിക്കെതിരെ അയോഗ്യത ഉൾപ്പെടെയുള്ള കർശന നടപടികൾ കൈക്കൊള്ളണമെന്നും ഇതുമായി ബന്ധപ്പെട്ട നടപടികൾ അറിയിക്കണമെന്നും തമ്പാനൂർ രവി പരാതിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇലക്ഷൻ ഡെസ്ക്, ജയ് ഹിന്ദ് ന്യൂസ്.